ഇങ്ങനെ കിടന്നാ മതിയാ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ? മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മായയുടെ മന്ത്രത്തിന്റെ കാര്യമല്ലേ പറഞ്ഞേ. എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. എന്തിനാ ഇരിക്കണത്? കിടന്നോളൂ. ഒരു പ്ലാവെങ്കിലും കണ്ടിരുന്നെങ്കിൽ പല ചക്കനയിലിട്ട് തിന്നായിരുന്നു. അതേ നോക്കിയേ. ചക്കയും മാങ്ങയൊന്നും എനിക്ക് വേണ്ട. മാങ്ങയല്ലടാ, പായ. അങ്ങോട്ട് മാറിക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. നീ വിചാരിക്കും പോലെ തട്ടിക്കൊണ്ടുപോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ഈ വേഷത്തിൽ പോണ്ട. നീ കസം കൊണ്ട് എടുത്തോണ്ട് പോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടുത്തെ ആളെന്ന് കരുതൂ. ശരിയാ. തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്ന തമ്പ്രാനായി മാറണമെന്നൊരു ചൊല്ലുണ്ട്. എന്നെ കുറിച്ച് അവളോട് പറയണ്ടല്ലോ. നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് തമ്പുരാനെ. എന്നൊന്ന് പറഞ്ഞേ. ഈ മണ്ട ശിരോമണി. ഓ, അതല്ല. ഇവിടുത്തെ മണ്ട ശിരോമണികൾക്കിടയിൽ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള സംസ്കാര സമ്പന്നനും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നവാ അവളെ തറയി. ക്ഷേത്ര ദർശനത്തിന് പോയാവും അല്ലേ? എന്നെ തീരെ മനസ്സിലെന്നുണ്ടാവൂല്ലേ? എന്താന്ന് വെച്ചാ വേഗം പറയണം. എന്താ? ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി. സംസ്കാരത്തിൽ പാര, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റൂല. നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരമൊക്കെ ഉണ്ടേ. അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് കരുതി. വായിക്കാൻ ഇഷ്ടമായോ? ഇല്ല. എന്തേ? എനിക്ക് ഇവ കുരങ്ങന്മാരെ പണ്ട് ഇഷ്ടമല്ല. കൊരങ്ങന ചിലപ്പോ സ്നേഹം കൊണ്ട് വിളിച്ചായിരിക്കുള്ളൂ. ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ എങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല, നിന്റെ പള്ളക്കിട്ടിയാൻ കേറ്റും. പിന്നെ നിന്നെ പള്ളിക്കാട്ടിൽ എടുക്കൂ. അവളെ എന്റെ പെണ്ണ. സ്ഥലം വിട്. ഇയാള് പോടാനേ. എന്താ? ഇനി അങ്ങോട്ട് പോണ്ട. നമ്മുടെ മുറിയിൽ വേറെ ആൾക്കാരെത്തി. അയ്യോ, അപ്പൊ നമ്മളിനി എവിടെ താമസിക്കും? നമുക്ക് ആ വശത്തേക്ക് പോവാം. മായ അവിടെയാ. ഇതേതായി കണ്ണട? ഇവിടെ കിടന്ന് കിട്ടിയതാ. കളയടാതൊക്കെ. ഇതൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യടാ. എവിടെ എവിടെ? ആരോ വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഇവിടെയൊന്നും ആരെയും കാണാനില്ലല്ലോ. ഇവിടെ വെച്ച് അവൻ എന്റെ കഴുത്തിന് പിടിച്ചത്. ആരാ അവൻ? ഞാൻ ആദ്യം കാണുക. എന്നാലും ഇത്രയും ധിക്കാരം ബാലിനോട് കാണിക്കാൻ മാത്രം ആരാ ഇവിടെ? ആളൊരു സ്ത്രീയുടെ എണ്ണച്ചാച്ചിത്രല്ലേ? സ്ത്രീയോ? അങ്ങനെ പറയരുത്. തിരുമനസിന്റെ നേർ പെങ്ങളാ അത്. ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു ഛായ ഉണ്ട്. ദുഷ്ടന്. ഇനി അവരുടെ മകനോ മറ്റോ? നമുക്ക് നേരം വിളിക്കുന്നവർ ഇവിടെ തന്നെ നിൽക്കാം. അവന്മാര് മായ ഉപദ്രവിക്കുക ഇനിയും വന്നാലോ? ഇനി ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇനി മിക്കവാറും അവര് വരുന്നത് നമ്മൾ ഉപദ്രവിക്കാനായിരിക്കും. പട്ടിണിയും കിടന്ന് തല്ലും കൊണ്ട് കൊട്ടാരത്തിൽ കിടന്ന് ചാകാനാണ് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തൂത്താ പോവോ? ആരാ അവര്? എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുക. നിന്നെ മനസ്സിലായി കാണൂ. ഞാൻ മുഖം മറിച്ചിരുന്നു. പിന്നെ ഇരുട്ടും. മനസ്സിലായി കാണില്ല. ഇത് പുലിവാലാകും. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോഹന. പിന്നെ നമ്മൾ അനുഭവിക്കേണ്ട കോടിക്കണക്കിന് സ്വത്തിന് ഏതൊരു തെണ്ടിപ്പിടുന്ന അവകാശമാക്കി നോക്കിയാ പയ്യം കെട്ട് നോക്കിയിരിക്കണോ? നിനക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. ഇനി സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം. എന്നാലും ഈ കൊട്ടാരത്തില് അത്ര വലിയ വീരന്മാരാരാ? വീരനോ? അവൻ വന്നോ? ആര്? വീരേന്ദ്രൻ. അഗ്നിവീരമകൻ വീരേന്ദ്രന്റെ കാര്യമാണോ പറഞ്ഞത്? ഈശ്വരൻ സഹായിച്ച് ഇനി ആ നാശത്തെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തന്നെ ഉറവേ ഉള്ളൂ. എന്താ ജനാർദ്ദൻ ഈ പറഞ്ഞത്? ഒന്നുമില്ല, ഉറക്കം കളയാണ്ട് പോയി കിടന്നോളൂ. മണി, എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേര് ഇടണം. അത്രയും വേണോടാ? എടാ, നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും. വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ. എനിക്ക് പലതും കിട്ടുമെന്ന് നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ട്. അടിച്ചു തോലിരിക്കും ഞാൻ.
ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ അമ്മയാക്കൾക്ക്. ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? കളിച്ചാൻ പോണോ? ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരേ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ശരിക്കില്ല. നോക്കി നിൽക്കാതെ നടക്കുക. ഒന്ന് നിൽക്കുക. ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാരമില്ല, നോ ക്ഷമിച്ചിരിക്കുന്നു. അല്ല, ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ? പക്ഷെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂ. നീ ആരാടാ? അവനൊന്നും ചെയ്യണ്ട, അവൻ എന്റെ കൂടെ വന്നതാ. താനാരാ? ഞാൻ അവന്റെ കൂടെ വന്നതാ. അച്ഛാ, ദേ അവൻ. എന്റെ കഴുത്തിന് പിടിച്ചല്ലേ ആ ദുഷ്ടൻ. ഹലോ, എന്താ ഇവിടെ? ഇയാളെ അറിയോ? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല. ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച്. ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അർത്ഥമില്ല. അതെ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക, അങ്ങ് മാറുക. നിൽക്കുക. വല്യമ്മാമേ, എനിക്ക് മനസ്സിലായില്ല കുട്ടി. വല്യമ്മാമേ, വല്യമ്മാമ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. അല്ല വല്യമ്മാമ, സ്നേഹമുള്ള വല്യമ്മാമ. 5 വയസ്സുള്ളപ്പോ കണ്ടതാ ഞാൻ ഇവനെ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അതാ രക്തബന്ധം എന്ന് പറയുന്നത്. വീരേന്ദ്രനോ? അതെ, ഏത്? ദില്ലിയിലെ? അത് തന്നെ, പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. കൂടെ അവളും വന്നിട്ടുണ്ടോ പത്മിനി? ഇല്ല. അമ്മ എന്താ വരാഞ്ഞേ? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്താ അവൾക്ക്? ഒന്നുമില്ല, ഒരു പനി. ഇയാളാരാ? എന്റെ സ്നേഹിതനാ മണി. മണിയും ഡൽഹി തന്നെയാ? അതെ. മണി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കാളവണ്ടി. കാളവണ്ടിയോ? കാളവണ്ടിയല്ല, കാലാബണ്ടി. ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ, അവിടെ അവന് ജോലി. ഓ, കാലാവണ്ടി കേട്ടിട്ടുണ്ട്. മുഖം കാണിക്കാൻ പറഞ്ഞു. വേണ്ടട്ടോ, മോന്തക്കിട്ട് തല്ലാനിരിക്കും. വരിക, തിരുമനസ് കാത്തിരിക്കുക. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇങ്ങടൊക്കെ വരാൻ? അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാ. ഇപ്പോ 10-20 വർഷമായില്ലേ? കൃത്യമായി പറഞ്ഞാൽ 23. 148 കർക്കിടകം 15 അന്നാ നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത്. എത്ര വട്ടം കത്തയച്ചു, ആളെ അയച്ചു, അപ്പോഴൊന്നും വരണമെന്ന് തോന്നിയില്ല അല്ലേ? തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ. എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അറിഞ്ഞതൊന്നും ഒട്ടും നല്ലതല്ല. ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ജയിലോ? എന്നോടൊന്നും വിളിക്കണ്ട. എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൌഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ? പിന്നെ ലണ്ടനിലേക്ക് പത്മിനി തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ ഇങ്ങനെ തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു. ഒടുവില് ജയിലിൽ കിടന്നതും. അയ്യോ,
അതൊക്കെ വെറുതെ ആരാണ്ട് പറഞ്ഞിട്ടാക്കിയതാണ്ടാ. ആ. ജയിലിൽ പോയിട്ട് ഇന്നേവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കയറിയിട്ടില്ല. ദില്ലീവാലയുടെ ഭാഷ തനി നാടനാണല്ലോ. അത് പിന്നെ ഈ നാടൻ ഭാഷ, നാടൻ ഭക്ഷണം, നാടൻ പാട്ട് ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ലോ. ഭാഗ്യം. കണ്ണടയും മുമ്പ് ഇയാളെ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സ് നിറഞ്ഞു. പത്മിനിക്ക് അവക്കിപ്പോഴും പിണക്കം മാറിയില്ലാന്നുണ്ടോ? എനിക്കറിയില്ല. തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിച്ചോളൂ. പിന്നെ പറയാണ്ടെങ്കിലും പോകരുത്. ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിലാവാം. അത് ശരി. അതിശയം തന്നെ. പല മാറ്റങ്ങളും കാണുന്നുണ്ട്. മായ ഇവിടെ കാലുകുത്തിയ പിന്നെ എല്ലാം ഒന്ന് ശരിയായി വരും പോലെ. നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ? ഞാനും ആലോചിച്ചതാ. പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ? ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ. ഇനി സാവകാശത്തിൽ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുവരെ തിരുവത്താറിലെ അപ്പു, ദില്ലി വാല, വീരേന്ദ്രനാവണം. അന്ന് നമ്മൾ ചായക്കട വെച്ച് കണ്ടവനല്ലേ? ഇവൻ കുഴപ്പമുണ്ടാക്കോ? ഹിന്ദി തീരെ വശമില്ലല്ലേ? ഹിന്ദിയിൽ ഇങ്ങനെ കാണിച്ച അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഇങ്ങനെ കാണിച്ചാലും അത് തന്നെ അർത്ഥം. ഞാൻ വരാതിരുന്നത് പേടിച്ചിട്ടാ. പേടിക്കണ്ട. ഡൽഹി തെരുവുകൾ അടക്കി ഭരിക്കുന്ന ഈ രാജകുമാരൻ സാധുക്കളൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ നിന്റെ കഴുത്ത് മുറിച്ചെടുക്കുമായിരുന്നു. ആളറിയാതെ ഞാൻ എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം. പക്ഷെ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ കൽപ്പിച്ചോളൂ. ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ? അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരെ നീ അറിയിക്കണം. പിന്നെ മായയ്ക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം. അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ, നിന്റെ തല. അയ്യോ പറയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ ബെൽറ്റ് ബോംബിന്റെ കാര്യം ഒന്ന് എഴുതി തന്നെ. വേണ്ട പോലെ എല്ലാരെയും അറിയിച്ചോളാം. ഈ എഴുതി കൊടുത്തേക്കൂ. ഫോളോ